മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. അത് കാണാനാണ് ഇന്നത്തെ യാത്ര. കണ്ണൂർ ജില്ലയിൽ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് പാലക്കയം തട്ട്. പാലക്കയം തട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ്, കരുവഞ്ചാൽ, വെള്ളാട് വഴി 47 കിലോമീറ്ററാണ് പാലക്കയം തട്ടിലേക്കുള്ള ദൂരം. ഞങ്ങൾ മട്ടന്നൂരിൽ നിന്നാണ് യാത്ര പോകുന്നത്. ഇരിക്കൂർ ശ്രീകണ്ഠാപുരം വഴി ഏകദേശം 40 കിലോമീറ്ററാണ് ദൂരം. അവസാന 2 കിലോമീറ്റർ മൺ റോഡിലൂടെ കുത്തനെയുള്ള കയറ്റം ആസ്വാദ്യകരമായ ഒരു സാഹസിക യാത്രയാണ്. അതിനായി ഇവിടെ നിന്നും പ്രത്യേക ജീപ്പ് സർവീസ് ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ നടുവിൽ പഞ്ചായത്തിലാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തേക്കുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. കോടമഞ്ഞും പുൽമേടുകളും ദൃശ്യവിസ്മയം തീർക്കുന്ന പാലക്കയം തട്ടിലേക്ക് ജില്ലക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി സഞ്ചാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പരവതാനി വിരിച്ചതുപോലുള്ള പുൽമേടുകളും കയ്യെത്തും ദൂരത്തെന്ന പോലെ നീലാകാശവും എത്ര കണ്ടാലും മതി വരില്ല. ഏത് കാലാവസ്ഥയിലും പരന്നൊഴുകുന്ന മഞ്ഞുകണങ്ങളും താഴ്വാരങ്ങളിലേക്കുള്ള അതിമനോഹരമായ ദൃശ്യവിരുന്നുമാണ് പാലക്കയം തട്ടിനെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം, ഏഴിമല നാവിക അക്കാദമി, വളവട്ടണം പുഴ തുടങ്ങിയവയുടെ വിദൂര കാഴ്ചകൾ പാലക്കയം തട്ടിൻ്റെ പ്രത്യേകത. ജില്ലാ കലക്ടർ മുൻകൈയെടുത്ത് കണ്ണൂർ ഐ എന്ന പേരിൽ സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനായി കൂറ്റൻ ഫ്രെയിം സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കയം തട്ടിൻ്റെ വശ്യമനോഹരിത ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. സിപ്പ് ലൈൻ, സോർബിംഗ് ബോൾ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന സാഹസികമായ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. കൂടാതെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പരിസ്ഥിതി സൗഹൃദമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നു. മറക്കാനാവാത്ത കാഴ്ചകൾ സമ്മാനിച്ച ഒരു ദിനം ഇവിടെ അസ്തമിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകൾ മാടി വിളിക്കുന്ന പാലക്കയം തട്ടിലേക്ക് ഇനിയും വരണമെന്ന ആഗ്രഹത്തോടെ.